ഹായ് ഹലോ വെൽക്കം ബാക്ക്. ഈ ഒരു പെരുന്നാളിന് സ്പെഷ്യലായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു സ്വീറ്റ് റെസിപ്പിയാണ് ഇന്ന് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ മസ്റ്റായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. അതുപോലെ തന്നെ വീഡിയോ സ്കിപ്പ് ചെയ്ത് കാണുക. ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും പിന്നെ ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കല്ല കേട്ടോ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ ഞാനിന്നിവിടെ ഉണ്ടാക്കിയെടുക്കുന്നത് അരീക്കയാണ്. അറേബ്യൻ സ്വീറ്റ് ആയിട്ടുള്ള അരീക്ക ആണ് ഇവിടെ ഉണ്ടാക്കിയെടുക്കുന്നത്. സാധാരണ ഇത് കുബൂസൊക്കെ വെച്ചിട്ടാണ് ഉണ്ടാക്കിയെടുക്കാറ് കേട്ടോ. ഞാനിപ്പോൾ തൽക്കാലം ബ്രെഡ് വെച്ചിട്ടാണ് ഇത് ഉണ്ടാക്കിയെടുക്കുന്നത്. ആദ്യം തന്നെ ഇതാ മിക്സിയുടെ ജാറിലേക്ക് ഒരു 4-5 ബ്രെഡ് എടുത്തിട്ടുണ്ട്. അത് ഇതുപോലെ പീസാക്കിയിട്ട് അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് മെയിനായിട്ട് വേണ്ടത് ഈത്തപ്പഴമാണ്. ഈത്തപ്പഴത്തിൻ്റെ കുരുവൊക്കെ ഒന്ന് കളഞ്ഞിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക കേട്ടോ. ഇത് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നതിനെക്കാട്ടിലും നല്ലത് ചോപ്പറിൽ ചെയ്തെടുക്കുക ആയിരിക്കും ഒന്നുകൂടി നല്ലത് കേട്ടോ. ചോപ്പറിലാകുമ്പോൾ നമുക്ക് നല്ല തരിയോട് കൂടി തന്നെ കിട്ടും. മിക്സിയുടെ ജാറിലാകുമ്പോൾ അത് നല്ലോണം അരഞ്ഞു പോകും കേട്ടോ. അപ്പോൾ അതുപോലെ ഇനി ഞാൻ ആദ്യം ചോപ്പറിലിടാതെ ആദ്യം മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്ത്, അപ്പോൾ നിങ്ങൾ ചെയ്തെടുക്കുമ്പോൾ ചോപ്പറിലിട്ട് ചെയ്തെടുക്കാനായിട്ട് നോക്കുക. ചോപ്പറിലാകുമ്പോൾ ആ ഒരു ഈത്തപ്പഴം ബ്രെഡൊക്കെ അങ്ങനെ ചെറിയ ചെറിയ പീസായിട്ട് ഉണ്ടാവും. അപ്പോൾ അതാണ് ഇതിൻ്റെ കറക്റ്റ് കൺസിസ്റ്റൻസി എന്ന് പറയുന്നത് കേട്ടോ. ഞാനിപ്പോൾ മിക്സിയിലായതുകൊണ്ട് തന്നെ ഒരുപാട് അങ്ങ് അരഞ്ഞു പോയി, എന്നാലും കുഴപ്പമില്ല. ഇനിയിപ്പോൾ ഇതാ ഒരു പാൻ എടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ബട്ടർ ചേർത്ത് കൊടുത്തിട്ടൊന്ന് മെൽറ്റാക്കി എടുക്കുക. ശേഷം ഇതാ നമ്മൾ അടിച്ചെടുത്ത അല്ലെങ്കിൽ ക്രഷ് ചെയ്തെടുത്ത് വെച്ച ആ ഒരു ഈത്തപ്പഴം ബ്രെഡും അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക കേട്ടോ. ഇതിപ്പോൾ ഇതാ നിങ്ങൾക്കിത് കണ്ടാൽ തന്നെ അറിയാം, ഞാനിത് ആ ഒരു മിക്സിയിലിട്ടുകൊണ്ടാണ് ഇതുപോലെ ഇങ്ങനെ നല്ലോണം പേസ്റ്റ് പോലെ ആയത് കേട്ടോ. അപ്പോൾ ചോപ്പറിലൊക്കെ ആണെങ്കിൽ നല്ല ഇങ്ങനെ ക്രഷ് ചെയ്ത മാതിരി ഉണ്ടാവും. ഈത്തപ്പഴമൊക്കെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കടിക്കാനൊക്കെ കിട്ടും. അങ്ങനെ ആകുമ്പോൾ ഒന്നുകൂടി നല്ലതായിരിക്കും. ഇങ്ങനെ ആക്കിയാലും കുഴപ്പമില്ല കേട്ടോ. ഇതും സംഭവം ടേസ്റ്റ് തന്നെയാണ്. എന്നാലും നമ്മളിങ്ങനെ ജസ്റ്റ് ഇങ്ങനെ കടിക്കാനൊക്കെ അങ്ങനെയൊക്കെ വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്തെടുക്കുക. അങ്ങനെ ചോപ്പറിൽ ഒന്ന് ചോപ്പ് ചെയ്തെടുത്താലും മതി. ഇനിയിപ്പോൾ ഒന്നുമില്ല, ഇതാ ജസ്റ്റ് ഇങ്ങനെ ഈ ഒരു ബട്ടറിലൊന്നും ജസ്റ്റ് അങ്ങനെ ടോസ്റ്റ് ചെയ്തെടുക്കുക. ശേഷം നമ്മൾ പാനിൽ നിന്ന് മാറ്റിയെടുക്കുക കേട്ടോ. ഇനിയിപ്പോൾ ഒന്നുമില്ല, സംഭവം സിമ്പിളാണ്. ഇനി നമുക്കിതൊന്ന് സെറ്റ് ചെയ്ത് വെക്കണം. അതിനായിട്ടൊരു പാത്രം ആദ്യം തന്നെ റെഡിയാക്കി വെക്കുക കേട്ടോ. അതിലേക്ക് ഇപ്പോൾ നമ്മൾ റെഡിയാക്കി വെച്ച ആ ഒരു ബ്രെഡിൻ്റെ ഈത്തപ്പഴത്തിൻ്റെ മിക്സ് ഇതുപോലെ അങ്ങ് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ജസ്റ്റ് ഇതുപോലെ തവി കൊണ്ടോ എങ്ങനെയെങ്കിലും സ്പാച്ചിൽ വെച്ചിട്ടോ ഒന്നിങ്ങനെ ഇതുപോലെ ജസ്റ്റ് ഒന്നിങ്ങനെ പ്രസ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഇങ്ങനെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് എല്ലായിടത്തേക്കും എത്തുന്ന രീതിയിൽ ഒരു ലെയർ പോലെ ഉണ്ടാക്കിയെടുക്കുക. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് ഫ്രഷ് ക്രീം ഇതുപോലെ അങ്ങ് ഒഴിച്ചു കൊടുക്കാം. എല്ലായിടത്തും എത്തുന്ന രീതിയിൽ വേണം ഫ്രഷ് ക്രീം ചേർത്ത് കൊടുക്കാനായിട്ട്. ഇത് ഉണ്ടാക്കിയെടുക്കാൻ വളരെ സിമ്പിളാണ്. നമ്മൾ വേറെ കാര്യങ്ങളൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല. ജസ്റ്റ് ആ ഒരു ബ്രെഡും ഈത്തപ്പഴമൊക്കെ ഒന്നിങ്ങനെ ടോസ്റ്റ് ചെയ്ത് വെക്കേണ്ട ഒരു പണി മാത്രമേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. അപ്പോൾ വളരെ വെറൈറ്റി ആയിട്ടൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നൊരു സ്വീറ്റ് റെസിപ്പിയാണ്. ഇനിയിപ്പോൾ ഞാൻ ഈ ഒരു ഫ്രഷ് ക്രീമൊക്കെ ഒന്ന് മുകളിലായിട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് കുറച്ച് നട്ട്സ് ചേർത്ത് കൊടുക്കുക. നട്ട്സ് ഇതുപോലെ കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കുക. ഞാനിപ്പോൾ ഇവിടെ ബദാമും പിന്നെ അതുപോലെ തന്നെ പിസ്തയും കൂടിയും രണ്ടും മിക്സ് ആക്കിയിട്ട് കട്ട് ചെയ്തിട്ട് ഇതിൻ്റെ മുകളിലായിട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇനി ഇതിൻ്റെ മുകളിൽ കുറച്ച് കോൺഫ്ലെക്സ് ആണ് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. കോൺഫ്ലെക്സ് ഇതുപോലെ ഒന്ന് സ്പ്രെഡാക്കി കൊടുക്കുക. എല്ലായിടത്തും എത്തുന്ന രീതിയിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇനി കയ്യിൽ ചീസ് ഉണ്ടെന്നുണ്ടെങ്കിൽ മാത്രം ചീസ് ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുത്തിട്ട് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഇതിലേക്ക് ചീസൊന്നും ആഡ് ചെയ്ത് കൊടുത്തിട്ടില്ല. ഇനി വീണ്ടും ഇതിൻ്റെ മുകളിലായിട്ട് കുറച്ചും കൂടി നട്ട്സ് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇത് നമ്മൾ തണുപ്പിക്കാനായിട്ടൊന്നും വെച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. ഇത് ചൂടോടെ തന്നെ കഴിക്കുന്നതാണ് ഒന്നുകൂടി നല്ലത്. ഇനി നിങ്ങൾക്ക് നല്ല തണുപ്പോട് കൂടി കഴിക്കണമെന്നുണ്ടെങ്കിൽ ഏറ്റവും അതായത് നമ്മൾ ആ ഒരു ബ്രെഡിൻ്റെ സംഭവം ഒന്ന് സ്പ്രെഡാക്കിയതിന് ശേഷം ഒന്ന് തണുപ്പിക്കാനായിട്ട് വെക്കുക. ശേഷം ഈ ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്താൽ മതി കേട്ടോ. ഇനി ഏറ്റവും ലാസ്റ്റിൻ്റെ ടോപ്പിലായിട്ട് കുറച്ച് ഹണിയും കൂടിയും ഇതുപോലെ ഒന്ന് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് സെർവ് ചെയ്യാം കേട്ടോ. നല്ല ടേസ്റ്റാണ്. അപ്പോൾ നിങ്ങൾ തണുപ്പിക്കുകയാണെന്നുണ്ടെങ്കിൽ ബ്രെഡൊക്കെ അതിൽ ബ്രെഡിൻ്റെ ആ ഒരു മിക്സ് അതിൽ വെച്ചതിന് ശേഷം അത് മാത്രം തണുപ്പിക്കുക. ശേഷം ബാക്കിയുള്ള കാര്യങ്ങൾ ചേർത്ത് കൊടുക്കുക കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ ഈ ഒരു കോൺഫ്ലെക്സ് ഒക്കെ തണുത്തു പോകും. അപ്പോൾ നമുക്ക് ആ ഒരു ക്രഞ്ചി ടേസ്റ്റ് കിട്ടില്ല. അപ്പോൾ ഇതുപോലെ ഇങ്ങനെ ചൂടോടെ കഴിക്കുമ്പോഴാണ് ആ ഒരു ക്രഞ്ചി ആയിട്ടുള്ളൊരു ടേസ്റ്റ് കിട്ടുള്ളൂ കേട്ടോ. നല്ല ടേസ്റ്റായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നൊരു സ്വീറ്റാണ്. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാനൊന്നും മറക്കരുത്.